ശരിക്കും ഇത് ശരിക്കും ചേട്ടൻ ആഗ്രഹിച്ചൊരു സംഭവമല്ലേ, എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുക. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പോകുമ്പോഴൊക്കെ. അപ്പം ചേട്ടൻ ചിലപ്പോൾ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ ചേട്ടൻ എന്നോട് പറയും നമ്മൾ ചിരിക്കണം, എപ്പോഴും ചിരിച്ചോണ്ടിരിക്കും. അതാണ് ഒരു കലാകാരൻ. അതൊക്കെ ഇപ്പോൾ എനിക്കത് ആ പുള്ളിയിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാൻ സാധിച്ചു. കയറാറായില്ലേ? ചേട്ടൻ ഈ ഫ്ലൈറ്റിൽ പോകാൻ കുറെ ആഗ്രഹിച്ചിട്ടുണ്ടെന്നൊക്കെ. ചേട്ടൻ എത്ര പ്രാവശ്യം ഫ്ലൈറ്റിൽ പോയി? ചേട്ടൻ പോയത്ര ഞാൻ പോയിട്ടില്ല. ചേട്ടൻ എനിക്ക് ഒന്ന് ഓസ്ട്രേലിയ മാത്രമേ ഉള്ളൂ പോകാത്തത്. ചേട്ടൻ്റെ ഒരു അത് പറയുമ്പോൾ തന്നെ സത്യം കേട്ടോ, വർഷങ്ങൾക്ക് മുന്നേ തൊട്ട് ഒരു പ്രോഗ്രാമുമായിട്ട് പോകുന്നത്. ഒരു പാസ്പോർട്ട് ഫുള്ളും അടിച്ചു കിട്ടും, അടുത്തത് പകുതിയായപ്പോഴാണ്. അതാണോ ചോദിച്ചത്? ചേട്ടൻ ഇങ്ങനെ ഞങ്ങൾക്ക് വാർത്തയുണ്ടായിരുന്നു, എനിക്ക് കിട്ടിയത് ഹൃദപ്പം കുഞ്ഞുണ്ടായിരുന്നു. ഞാൻ അടുത്ത പ്രാവശ്യം ഗൾഫ് ദുബായിനെ പോലെ നമുക്ക് ദുബായൊക്കെ എന്താ നമുക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു സ്ഥലം. ഞാൻ ഉള്ള കാര്യം പറയാം, എൻ്റെ കാര്യമായിരുന്നു. ദുബായ് എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളായിരുന്നു, നമുക്കറിയില്ലല്ലോ. അപ്പം തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം ആരെങ്കിലും, ഇതൊന്നും ഞാൻ ആളോട് പറയത്തില്ല, ആൾക്ക് മനസ്സിലാവും. അടുത്ത പ്രാവശ്യം ഏതെങ്കിലും സ്പോൺസേഴ്സ് വരുമ്പോഴത്തേന് ഞാൻ ഇങ്ങനെ പറയട്ടെ, എൻ്റെ ഫാമിലി ഉണ്ടെന്ന് പറയട്ടെ. അപ്പം ഞാൻ കിച്ചു തരോ അടിപൊളി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള രീതി. അതായത് നമ്മളെ കൊണ്ടുപോകാൻ ഇഷ്ടമായിരുന്നു. എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല ചേട്ടാ, സത്യം പറഞ്ഞുള്ള കാര്യം പറയാം. അങ്ങനെയൊന്നും ആഗ്രഹമില്ല. ഉള്ള വിസ കിട്ടി പോകാൻ വരിക, ഇത് മാത്രമേ എനിക്കറിയാം. അതിനായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അത്രയൊന്നും ആയിട്ടില്ല, നമ്മൾ അത്ര വലിയ സെലിബ്രേറ്റ് ഒന്നും ആയിട്ടില്ല. ഒന്നും വേണം. നമ്മൾ ഏതെങ്കിലും സൈഡിലൊക്കെ കിടന്ന് ഉറങ്ങിക്കോളെ. എവിടെ ഉണ്ട് ഒറിജിനൽ അടിയുന്ന പെണ്ണുങ്ങളുണ്ട്. ആലോചിക്കട്ടെ, ആദ്യത്തെ പൈസ ഒന്ന് വരട്ടെ. സ്പെഷ്യൽ കണ്ടന്റ് എൻ്റെ എന്താ പറയുക, പോസ്റ്റ് കാണും. സ്പെഷ്യലായിട്ട് എന്താ പറയുക, ഇൻസ്റ്റയിൽ ഇടാത്ത പോസ്റ്റുകൾ കാണും, ചിലപ്പോൾ സ്റ്റോറി കാണും, റീല് കാണും. പക്ഷേ അത് സ്പെഷ്യലായിട്ട് ഇടേണ്ട കാര്യമില്ല. മറ്റവന്മാരെടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടും. എന്ത് സ്പെഷ്യല് 100 പേരുണ്ട്. നൂറോ അവരെനിക്കത് ഗ്രൂപ്പായിട്ട് ചേർന്നിട്ടാന്ന് തോന്നുന്നു മാസം അടയ്ക്കുന്നതാ എനിക്ക് തോന്നുന്നു. 1000 രൂപയ്ക്ക് കഴിഞ്ഞാൽ ആൾക്കാരുണ്ടാവില്ലേ? ഇപ്പൊ 800 കഴിഞ്ഞു തോന്നി. എത്രയാണ്? 1000 രൂപയാക്കിയാലും ഇപ്പൊ 190 അതൊരു 1000 ആക്കിയാലും ഫാൻസ് കയറിക്കൊള്ളു. ഞാൻ അമ്പാനിയുടെ അത്രയൊന്നും വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. 1000 ആക്കുന്നില്ല. 2 ലക്ഷം അടുക്കാറായിരുന്നു. കിട്ടട്ടെ. എനിക്കത് മെറ്റയുടെ പ്ലാറ്റ്ഫോം ചരിത്രമായിട്ട് മാറും. ഏറ്റവും കൂടുതൽ പൈസ മേടിക്കുന്നു. ആണോ? അങ്ങനെയൊക്കെ ഉണ്ടോ? അത്ര ഒന്നും എനിക്ക് തോന്നുന്നു. പൈസ ആയതല്ലോ. എമൗണ്ട് കുറവല്ല. അതാ പറഞ്ഞത്, ആദ്യത്തെ പൈസ കിട്ടുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്തായാലും ഉള്ളവരൊക്കെ നല്ല രീതിയിലാണ് നമുക്ക് മെസ്സേജ് അയക്കാറുള്ളത്. ചേച്ചിന്ന് വിളിച്ചാണ് സംസാരിക്കാറുള്ളത്. പിന്നെന്താ, അവരോടൊക്കെ ഞാനും സംസാരിക്കാറുണ്ട്. എന്ന് പറഞ്ഞു നമ്മൾ എത്ര തിരക്കാണ്, അവർ ഹായ് എന്നാൽ ഹായ്, ഞാൻ തിരക്കാണെന്ന് ഞാൻ പറയാം. ഇങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത് തന്നെ. ചേച്ചി എപ്പോഴാണ് വരുന്നത്, എപ്പോഴാണ് പോകുന്നത് എന്നോട് ചോദിക്കും. നമ്മുടെ ഇൻസ്റ്റയിലുള്ള ഫ്രണ്ട്സ് തന്നെ അല്ലേ അവരും. സബ്സ്ക്രിപ്ഷൻ എടുത്ത ആൾക്കാർക്ക് എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് ഓണത്തിന് അല്ലെങ്കിൽ വിഷുവിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ എൻ്റെ അടുത്ത് എനിക്കിതിനെ ഞാൻ പറഞ്ഞില്ല. അതായത് തുണിക്കട അവരിങ്ങോട്ട് ഗിഫ്റ്റ് ചേർക്കാം. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു നമുക്ക് മീറ്റപ്പ് വെക്കണ്ടേ ചേച്ചി. ഞാൻ എന്ത് ഈ 800 പേര് ഞാൻ എന്ത് മീറ്റപ്പ് ചേച്ചി, നമുക്ക് ഞങ്ങൾ പുറത്താണ്, ഞങ്ങൾ വരട്ടെ, നമുക്കൊന്ന് ആലോചിക്കാന്നൊക്കെ പറഞ്ഞു. ഞാനെല്ലാ എന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ഇപ്പോൾ എങ്ങനെയാണ്? നേരിട്ട് കാണുന്ന എല്ലാവരും എന്താ പറയുക, ഇപ്പൊ തന്നെ കണ്ടില്ലേ ചേച്ചിമാരമ്മമാരൊക്കെ നല്ല ഇപ്പോഴത്തെ ഒരു ഞാൻ എന്താന്ന് കേട്ടത് ഫിനാൻസ് എന്നാണോ ചോദിച്ചേട്ടാ. കുഴപ്പമില്ലാത്ത രീതിയിൽ, വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ. ചെലവൊക്കെ എനിക്കെന്ത് ചെലവാണ്, എനിക്ക് അധികം ചെലവൊന്നുമില്ല. കയറിക്കോട്ടെ, സമയമാണ്. ഈ സെലിബ്രിറ്റീസ് ഒക്കെ പറയുന്നുണ്ട് തട്ടിമുട്ടി പോകാൻ വേണം കോടികൾ എന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെയൊന്നും വേണ്ട.
കോടികളൊന്നും വേണ്ട. എനിക്കൊരു ഒരു മാസം ഒരു 20,000 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. രേണുവിന് മാത്രം അല്ല എൻ്റെ ഫാമിലി എല്ലാവരും കൂടെ പിന്നെ എനിക്ക് ജീവിക്കാൻ പറ്റും ഒരു മാസം ആണ്. അതൊക്കെ കൊളാബാണോ? ഗ്യാസ് കൊളാബാണോ? ഞാൻ എൻ്റെ കാര്യമല്ലേ പറഞ്ഞത്. ഇതാണ് ഗ്യാസ് വീട്ടിലുണ്ടാവും. ഉണ്ട്. ഇപ്പൊ എവിടെയും ഗ്യാസ് കിട്ടാറില്ല. അത് കണ്ടീഷൻ എങ്ങനെയാ ഗ്യാസിന്റെ? അടിപൊളിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഫുള്ളുണ്ടോ? ഒന്ന് തീരുമോ ഒന്ന് തീരുമോ അങ്ങനെ ഇപ്പൊ ഇതെങ്ങനെ ഫില്ല് ചെയ്യണേ? കൊണ്ടുപോകാം. അല്ല ഇപ്പൊ എവിടെ ഇല്ല ഗ്യാസ്? ഇപ്പൊ ഇല്ല. പക്ഷെ അതുകൊണ്ട് എന്നാ ചെയ്യണം എനിക്കും അറിയത്തില്ല. ഇതുവരെ തീർന്നിട്ടില്ല. ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാലേ നമ്മൾ ഈ ചെറിയ ചായ ഇതൊക്കെ വെക്കുന്നുള്ളൂ. നമ്മൾ കഞ്ഞി കറി എല്ലാം അതിനകത്ത് വെച്ച് കഴിഞ്ഞാലാണ് നമ്മളിപ്പോഴും അടുപ്പിൽ തന്നെയാണ്. അപ്പോൾ നമ്മളെ സേവ് ചെയ്യാൻ പറ്റും. വിറകടുപ്പും ഉപയോഗിക്കും. സേവ് ചെയ്യാൻ പറ്റും ഗ്യാസ്. ചായയൊക്കെ പെട്ടെന്ന് തിളപ്പിക്കാനുള്ള കാര്യം. കേറിക്കോട്ടെ സമയം. രേണുസുതിക്ക് ഇപ്പോൾ ഹോട്ടലിൽ രേണുസുതിക്ക് ഇപ്പോൾ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ മെനു കാർഡ് നോക്കാതെ ഫുഡ് ഓർഡർ ചെയ്യാനുള്ള കപ്പാസിറ്റി ആയി. ഇല്ല, ഒരു നാരങ്ങയുള്ള 2 പപ്സിനും എന്തിനാ മെനു കാർഡ് നോക്കുന്നത്? ഒരാളുടെ കൂടെ ഉള്ള ഏരിയയിൽ ഒരാൾ കൊടുക്കാമല്ലോ. ഗൾഫിൽ യുദ്ധമൊക്കെയാണോ? പേടിയുണ്ടോ? തീർച്ചയായിട്ടും വളരെ പേടിയാണ്. ഇത്രയും വലിയ പെട്ടി ഇത് സുധിച്ചേട്ടൻ്റെ പെട്ടിയാ. ഞാൻ എവിടെ പോയാലും കൂടെ കൊണ്ടുപോകണം. ഡ്രസ്സ് 13 ദിവസം നമ്മൾ പ്രമോഷന് പോകുന്നതല്ലേ. ഇപ്പൊ ഡ്രസ്സുകൾ ഒരു ദിവസം ഇടുന്നത് തന്നെയാണ് പിറ്റേ ദിവസം ഇടുന്നത്. അല്ല, 13 ദിവസം 13 ഡ്രസ്സ് വേണം. അത് തന്നെ കൊണ്ടുപോകണം. ഇത്തവണ ഗിഫ്റ്റ് ഒന്നും എനിക്കറിയത്തില്ല. നമ്മുടെ യുദ്ധം നടക്കും. നമ്മളൊന്നും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ചെല്ലുക, നമ്മുടെ ജോലി തീർക്കുക, തിരിച്ച് വേഗം വരിക. ഇവിടെ ഒരുപാട് ജോലികൾ ബാക്കി ആണ് പോകുന്നത്. തിരിച്ച് 2-ാം തീയതി 2-ാം തീയതി വന്നിട്ട് ഇന്നോഗ്രേഷൻ 10-ാം തീയതി ഉണ്ട്. അവളെന്ത് പോവാണ്? ചച്ചുവിനോട് പറഞ്ഞേക്കെ പൊക്കോട്ടെ. അതെവിടെയാ? റാസൽ ഖൈമ. അതെവിടെയാ? ഉടനെ ഉണ്ട്. ഇനിയിപ്പോ എത്ര ഇനോഗ്രേഷൻ ബുക്ക്